ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ നമ്മൾ ക്രോഷി. ഒരുപാട് നിറത്തിലുള്ള നൂലുകളൊക്കെ ഇന്ന് നമ്മൾ തൊട്ടടുത്ത കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയാൽ ഇത് നോക്കി ഒന്ന് പഠിക്കാൻ ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത് ഹാഫ് ഡബിൾ ക്രോഷിയാണ്. ഇതിന് മുമ്പ് ഞാൻ സിംഗിൾ ക്രോഷിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷിക്ക് 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. നമ്മൾ സൂചിയിൽ നൂലൊന്ന് ചുറ്റിയിട്ട് വേണം മൂന്നാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇതിപ്പോൾ കണ്ടോ 3 ലൂപ്പായി. ഒന്നുകൂടെ നൂല് ചുറ്റിയിട്ട് ആ 3 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കാം. പിന്നെ നമ്മൾ സൂചി നൂലിൽ ചുറ്റാം. അടുത്ത ചെയിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമ്മൾ ചെയിൻ സ്കിപ്പ് ചെയ്യൂല കേട്ടോ. ഇനി തുടക്കത്തിൽ മാത്രം 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ ചെയിനിൽ സ്റ്റാർട്ട് ചെയ്യും. അത് ഇനി നമ്മൾ ആ 3 ലൂപ്പിലൂടെ വലിക്കാം. ഇത് തന്നെ നമുക്ക് തുടർന്ന് പോകാം. അറ്റം വരെ നമുക്ക് ചെയ്യണം കേട്ടോ. ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ. ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിംഗിൾ ക്രോഷിക്ക് ഹാഫ് ഡബിൾ ക്രോഷിക്ക് ഒരു ചെറിയൊരു വളവ് പോലെ വരും. ചെയിൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് പോലെയും വരും, ഷേപ്പ്ലെസ് ആവും. അപ്പോൾ കറക്റ്റ് ആ ചെയിനിൽ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ചെയിനിലും ചെയ്ത് കൊടുക്കാട്ടെ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് മാജിക് നോട്ട് ഇടുന്ന ഒരു ചെയിനിൽ അതും സ്കിപ്പ് ചെയ്യാതെ അതിലും നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ റോ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിനി അത് ടേൺ ചെയ്യണ്ടേ. ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അറ്റത്ത് നമുക്ക് 2 ചെയിൻ ഇട്ട് കൊടുക്കാം. നമ്മൾ തുടക്കത്തിൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ചെയിൻ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. ആ 2 ചെയിൻ ഇട്ട് കൊടുത്താൽ നമ്മൾ വർക്ക് നമുക്ക് ടേൺ ചെയ്യാം. വർക്ക് നമുക്ക് ടേൺ ചെയ്ത് കൊടുക്കാം. ടേൺ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റത്തെ ചെയിനിലാണ് നമ്മൾ 2 ചെയിൻ ഇട്ടേക്കുന്നത്. തൊട്ടപ്പുറത്ത് നമ്മൾ ഒരു HDC കൂടെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ചെയിനിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയും നമ്മൾ ചെയ്യുമ്പോൾ ചെയിൻ മുഴുവനായിട്ടും എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ ആ ഒരു തിക്നെസ്സിൽ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ DC ചെയ്യുമ്പോൾ ഹാഫ് DC ചെയ്യുമ്പോൾ അതിങ്ങനെ ലൂസായി പോകും. ചെയിൻ ലൂസായി കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ചെയിനിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ഫിനിഷിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ചെയിൻ സ്കിപ്പ് ചെയ്യില്ലേ, ആ ചെയിൻ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയാലേ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മളൊരു സ്ക്വയർ ആയിട്ടത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ 2 റോയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ വർക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ തൊട്ടപ്പുറത്തെ കടയിൽ നോക്കിയാലും കിട്ടും ഒരു സൂചി നൂലൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.